റെക്കഗ്നീഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന ഒരു ടോപ്പിക് കൂടി നമ്മൾ കവർ ചെയ്യുകയാണ്. സോ ഓൾറെഡി നമ്മൾ റവന്യൂവിൻ്റെയും എക്സ്പെൻസിൻ്റെയും റെക്കഗ്നീഷൻ പഠിച്ചു. ഓക്കെ. സോ റെക്കഗ്നീഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അങ്ങനെ ഒരു ഐറ്റം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ റവന്യൂവിൻ്റെ കേസിലാണെങ്കിലും എക്സ്പെൻസിൻ്റെ കേസിലാണെങ്കിലും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ റവന്യൂ റെക്കഗ്നീഷൻ ആണെങ്കിലും എക്സ്പെൻസ് റെക്കഗ്നീഷൻ ആണെങ്കിലും എപ്പോഴാണോ അത് ഒക്കൂർ ചെയ്യുന്നത്, റവന്യൂ കിട്ടി എക്സ്പെൻസ് കൊടുത്തു എന്ന് വേണ്ട, റവന്യൂ ഉണ്ടാവാനുള്ള സാഹചര്യം, അതായത് ആ സെയിൽ നടന്നാൽ മതി, ഓണർഷിപ്പ് പാസ്സായാൽ മതി, ഓണർഷിപ്പ് പാസ്സാകുമ്പോൾ തന്നെ റവന്യൂ കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്യാം. എക്സ്പെൻസിൻ്റെ കേസും ചെലവ് കൊടുക്കണമെന്നില്ല, ആ എക്സ്പെൻസ് ഡ്യൂ ആകുമ്പോൾ തന്നെ എക്സ്പെൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞതാണ്. സോ നമുക്ക് കൃത്യമായിട്ട് അറിയാം റവന്യൂ റെക്കഗ്നീഷൻ എന്താണെന്നും എക്സ്പെൻസ് റെക്കഗ്നീഷൻ എന്താണെന്നും. ഇതുപോലെ തന്നെ അടുത്ത ഒരു ടോപ്പിക്കാണ് റെക്കഗ്നീഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു ഐറ്റം എന്ന് തന്നെ കേട്ടോ, ഒരു ഐറ്റം അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു ഐറ്റം ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, അതായത് ഒരു ഐറ്റത്തിനെ അസറ്റായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഒരു ഐറ്റം ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈബിലിറ്റി ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ, ഇവിടെ നമ്മൾ നോക്കുന്നത് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസിൻ്റെ റെക്കഗ്നീഷൻ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ ഒരു ഐറ്റം അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, അതായത് ബിസിനസ്സിൽ ഭാവിയിൽ ഇരിക്കാൻ പോകുന്ന ബെനിഫിറ്റ് ഉണ്ടല്ലോ, ഭാവിയിൽ വരാൻ പോകുന്ന ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് ഈ ഐറ്റം കൊണ്ട് ബിസിനസ്സിന് ഉണ്ടാകണം. അതായത് നമ്മളൊരു ഐറ്റത്തിനെ അസറ്റ് എന്ന് വിളിക്കണമെങ്കിൽ ആ ഐറ്റം ബിസിനസ്സിലേക്ക് ഇൻ ഫ്യൂച്ചർ ബിസിനസ്സിലേക്ക് ബെനിഫിറ്റ് കൊണ്ടുവരണം. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് അസോസിയേറ്റഡ് വിത്ത് ദ ഐറ്റം വിൽ ഫ്ലോ ടു ഓർ ഫ്രം ദ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനകത്തേക്കാണ് എക്കണോമിക് ബെനിഫിറ്റ് വരുന്നതെങ്കിൽ അത് നമുക്ക് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു മെഷീനറി വാങ്ങി, ഇതിനെ ഇതൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ഈ മെഷീനറിയിൽ നിന്നും ബിസിനസ്സിന് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാവണം. ബിസിനസ്സിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് ഭാവിയിൽ ഉണ്ടാക്കി തരാൻ ആ ഐറ്റത്തിന് പറ്റുന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിനെ നമുക്ക് അസറ്റായിട്ട് കണക്കാക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന എക്കണോമിക് ബെനിഫിറ്റ്, ഭാവിയിൽ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന എക്കണോമിക് ബെനിഫിറ്റ് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ എക്കണോമിക് ബെനിഫിറ്റ് ബിസിനസ്സിന് പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നാൽ അത് നമ്മൾ ലൈബിലിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ബാങ്ക് ലോൺ എടുക്കുന്നു. ഈ ബാങ്ക് ലോൺ നമ്മൾ കുറേശ്ശെ തിരിച്ചടയ്ക്കണ്ടേ. അപ്പോൾ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന ഈ എക്കണോമിക് ബെനിഫിറ്റ് ഇൻ ഫ്യൂച്ചർ ബിസിനസ്സിന് പുറത്തേക്ക് ടു ദ എൻറ്റിറ്റി എന്നും പറയുന്നുണ്ട്. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിനകത്തേക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ് കൊണ്ടുവരണം. ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ബിസിനസ്സിന് പുറത്തേക്ക് പോകും. ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് ഈ ഫ്യൂച്ചർ ബെനിഫിറ്റ് കൊണ്ടുപോകുന്നത് ലൈബിലിറ്റീസ് ആണ്. കാര്യം നമ്മൾ ബാങ്ക് ലോൺ അടച്ച് തീർക്കണം. അപ്പോൾ ഒരു ഐറ്റം അസറ്റ് ആണോ ലൈബിലിറ്റി ആണോ ട്രീറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഫ്ലോ വെച്ചാണ്. ബിസിനസ്സിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരാൻ ആ ഐറ്റത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അത് അസറ്റാണ്. ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ലൈബിലിറ്റീസ് കാരണമാണ്. സോ അതിനെ നമുക്കൊരു ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേസ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മെഷീനറിയെ നമ്മൾ അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണമാണ് പറയുന്നത്. ഒരു ലാൻഡ് നമുക്ക് എങ്ങനെ അസറ്റ് എന്ന് വിളിക്കാം, ഒരു ബിൽഡിങ്ങിനെ നമുക്ക് എങ്ങനെ അസറ്റ് എന്ന് വിളിക്കാമെന്ന് ചോദിച്ചാൽ ബിസിനസ്സിലെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ്, ബിസിനസ്സിൻ്റെ ഭാവിയിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ പറയുന്ന ഐറ്റം കൊണ്ട് കിട്ടും. ബിസിനസ്സിലേക്ക് എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരാൻ ഒരു ഐറ്റത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് അസറ്റ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്. എന്നാൽ ബിസിനസ്സിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്, ഭാവിയിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഈ എക്കണോമിക് ബെനിഫിറ്റ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ലൈബിലിറ്റി കാരണമാണ്. ബാങ്ക് ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കണ്ടേ, ക്രെഡിറ്റേഴ്സിന് തിരിച്ച് പൈസ കൊടുക്കണ്ടേ, അപ്പോൾ അതൊക്കെ നമുക്ക് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ പറയുന്ന നോക്കൂ, ഒരു 1,00,000 രൂപ കൊടുത്ത് നമ്മളൊരു മെഷീനറി വാങ്ങി, ഒരു ബിസിനസ്സിൽ 1,00,000 രൂപ കൊടുത്തൊരു മെഷീനറി വാങ്ങി, നമ്മളൊരു 5 വർഷത്തേക്കാണ് മനസ്സിൽ കാണുന്നത്, നമുക്കൊരു 5 വർഷത്തേക്ക് മനസ്സിൽ കാണുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഈ 5 വർഷം നമുക്ക് ഈ പറയുന്ന മെഷീനറി കൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്നാണ്. സോ അതിനെ നമുക്കൊരു അസറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1,00,000 രൂപ കൊടുത്തൊരു മെഷീൻ വാങ്ങി, അതിനെ നമ്മൾ അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം വരുന്ന 5 വർഷത്തേക്ക്
ബിസിനസ്സിന് എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടാക്കും. സോ ഈ പറയുന്ന ഐറ്റം, മെഷീൻ എന്ന് പറയുന്ന ആ ഒരു ഐറ്റം ബിസിനസ്സിൽ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ടുവരും. ഇനി ഇതേ കേസ് ഞാൻ പറയട്ടെ. ഇപ്പം നമ്മൾ 1,00,000 രൂപ ബാങ്ക് ലോൺ എടുത്തു. 1,00,000 രൂപ ബാങ്ക് ലോൺ എടുത്തു. അതിനെ ലയബിലിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് എന്താണോ അത് ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തോട്ട് പോകും. അതാണ് ലയബിലിറ്റി. ഇങ്ങനെയാണ് നമ്മൾ അസറ്റും ലയബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റെക്കഗ്നീഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. വലിയ കാര്യമൊന്നുമല്ല. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഫ്ലോ നോക്കിയാൽ മതി. ബിസിനസ്സിലേക്ക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് കൊണ്ട് തരുന്നുണ്ടെങ്കിൽ അസറ്റ്, ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് ഈ ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അതൊരു ലയബിലിറ്റി കാരണമായിരിക്കും. ഇങ്ങനെയാണ് അസറ്റ് ആണ് ലയബിലിറ്റി ആണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്.